ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അബ്രഹാം മോസ്ലർ അങ്ങനെ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ജയറാമിന്റെ മലയാളം സിനിമ എന്നൊരു പ്രത്യേകത കൂടി അബ്രഹാം മോസ്ലർ എന്ന സിനിമയ്ക്കുണ്ട്. പട്ടാഭിരാമൻ എന്ന സിനിമ 2019 റിലീസ് ചെയ്തു, 2022 മകൾ റിലീസ് ചെയ്തു, ഇപ്പോഴത്തെ 2024 അബ്രഹാം മോസ്ലർ റിലീസ് ചെയ്യുന്നു. ഇതിനിടയിൽ അന്യഭാഷകളിലെല്ലാം തന്നെ മികച്ച സിനിമകളിലെ വലിയ സിനിമകളിലെല്ലാം തന്നെ ജയറാം ഭാഗമായെങ്കിൽ പോലും മലയാളത്തിൽ വലിയൊരു തിരിച്ചു ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്നു. അത് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന അബ്രഹാം മോസ്ലർ എന്ന സിനിമയിലൂടെ സംഭവിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പ് നൽകുന്ന ഒരു പ്രിവ്യൂ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അബ്രഹാം മോസ്ലർ എന്ന ജയറാം നായകനെത്തുന്ന മലയാളം സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് പ്രിവ്യൂ റിപ്പോർട്ട്സിലൂടെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം 1-2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരിന് ശേഷം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു പ്രിവ്യൂ റിപ്പോർട്ടാണ് അബ്രഹാം മോസ്ലറിൻ്റെത്. നേര് എന്ന സിനിമ പ്രിവ്യൂ റിപ്പോർട്ട്സിലൂടെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത് തിയേറ്ററുകളിലും തരംഗമായ സിനിമയാണ്. അതുപോലെ തന്നെ അബ്രഹാം മോസ്ലറും കടക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ ലാലേട്ടൻ അബ്രഹാം മോസ്ലർ എന്ന സിനിമയ്ക്ക് ആശംസയുമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രിവ്യൂ റിപ്പോർട്ട്സിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ലാലേട്ടന്റെ നേരെ എന്ന സിനിമ 2023 അവസാനത്തോട് തിയേറ്ററുകളിലേക്ക് എത്തി വലിയ തരംഗമായ സിനിമയാണ്. 2023 വിജയ സ്റ്റാറ്റസിന് അവസാനം ഇട്ടത് ലാലേട്ടനാണെങ്കിൽ 2024 വിജയ സ്റ്റാറ്റസിന് തുടങ്ങി വയ്ക്കാനായിട്ട് ജയറാമിന് കഴിയുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രിവ്യൂ റിപ്പോർട്ട്സ് ശരിവയ്ക്കട്ടെ. എല്ലാ പ്രിവ്യൂ റിപ്പോർട്ട്സും ശരിയാകണമെന്നില്ല, ഇവിടെ അത് ശരിയാകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇതിനിടയിൽ ജഗദീഷ് സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് ആ സിനിമയുടെ ഇന്റർവെല് പഞ്ചും അതോടൊപ്പം തന്നെ ക്ലൈമാക്സ് എല്ലാം തന്നെ മികച്ചതാകണം, ആ സിനിമ തിയേറ്ററുകളിലെ വലിയ തരംഗമാകാനെന്നാണ്. അതെല്ലാം തന്നെ അബ്രഹാം മോസ്ലറിലുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ മോളിവുഡിൽ അപ്ഡേറ്റ് ആയി എന്ന് പറയപ്പെടുന്ന നടന്മാരെക്കാൾ വലിയ രീതിയിൽ അപ്ഡേറ്റ് ആയ ഒരു നടനാണ് ജഗദീഷ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ തന്നെ കഴിഞ്ഞ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ അബ്രഹാം മോസ്ലർ എന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും അബ്രഹാം മോസ്ലർ ഞെട്ടിക്കട്ടെ എന്ന് ആശംസിക്കാം. അബ്രഹാം മോസ്ലറിൽ മമ്മൂക്ക കൂടി ഭാഗമാണ് എന്ന് പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. അണിയറ പ്രവർത്തകർ ഇന്റർവ്യൂവിലും മറ്റും അത് സസ്പെൻസ് ആക്കി തന്നെ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജയറാം പോലും മമ്മൂക്ക സിനിമയിൽ ഉണ്ടെങ്കിൽ മമ്മൂക്ക ഞെട്ടിക്കും എന്നൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മമ്മൂക്കയുടെ കാമിയോ ഞെട്ടിക്കട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ 5ാം പാതിര കണക്ഷനെ കുറിച്ചുള്ള റൂമറുകൾ ഇപ്പോഴും അബ്രഹാം മോസ്ലറിനെ കുറിച്ച് സജീവമാണ്. എന്തായാലും ആദ്യ അഭിപ്രായങ്ങൾ നാളെ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ അബ്രഹാം മോസ്ലർ എന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.